നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൽ റെമൻറ്റഡ സംഭവിച്ചില്ല. ഇനി ലാലീഗയാണ് പ്രതീക്ഷ, കോപ്പ ഡെൽറയാണ് പ്രതീക്ഷ. റയൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 12:30 ആ പോരാട്ടം. റയലിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കിലിയൻ എംബാപ്പെ ഈ കളിക്കില്ല. ആരൊക്കെയായിരിക്കും അവരുടെ പ്ലേയിങ് 11-ൽ? അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ നമുക്കറിയാം, ലാലിഗ ടേബിളിൽ 32 കളികളിൽ നിന്ന് 73 പോയിൻറ്റോടെ FC ബാഴ്സലോണ കുതിക്കുന്ന കാഴ്ചയാണ്. 7 പോയിൻ്റ് വ്യത്യാസമുണ്ട്. ഇന്ന് റയലിന് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് 4 പോയിൻ്റായിട്ട് കുറക്കാൻ പറ്റും. അതല്ല കാലിടറിയാൽ പിന്നെ ലാലിഗ കിരീടത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണെന്ന് പറയാം. ഈ കളിക്ക് വേണ്ടിയിട്ട് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് തിബോട്ട് കോർട്ടുവ, ല്യൂനിന്, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ട് അലാബ, ലൂക്കാസ് വാസ്കസ്, വല്ലേജു, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, അസെൻസിയോ എന്നിവരാണ്. മധ്യനിരയിൽ ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും മോഡ്രിച്ചും ഷൂമനിയും മാർദ ഗ്യൂളറും സെബയോസും സ്ക്വാഡിലുണ്ട്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിമുമാണുള്ളത്. സോ എംബാപ്പെ ഇല്ലാത്ത സ്ഥിതിക്ക് ആര് മുന്നേറ്റം നയിക്കും? നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം ഡിആർഒ AS നൽകുന്ന സൂചന അനുസരിച്ച് എൻട്രിക്ക് സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയേക്കുമെന്നാണ്. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, അസെൻസിയോ, വാൽവർദെ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ സെബയോസും ബെല്ലിംഗാമും കമവിംഗയും ഷൂമനിയും ഉണ്ടാവും. വിനീഷ്യസും ബ്രാഹിമും ഇരു പാർശ്വങ്ങളിൽ, ഗോളടിക്കാൻ എൻട്രിക്ക്. ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് ഇറങ്ങിയേക്കും റയൽ മാഡ്രിഡ് എന്നാണ് സൂചന. എന്തായാലും വിജയിച്ചേ പറ്റൂ. ആഞ്ചലോട്ടിക്കും ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.